മെയ് 22 ഈസ്റ്റർ 7-ാം വാരത്തിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 21:15 മുതൽ 19 വരെ വാക്യങ്ങൾ. 1964 സംഗീത നാടകവും സിനിമയുമായ ഫിഡ്ലർ ഓൺ ദ റൂഫിലെ ഒരു ഗാനമാണ് ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിലെ പ്രധാന കഥാപാത്രങ്ങളായ ടെവിയും ഭാര്യ ഗോൾഡിയും ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. ടെവിയുടെയും ഗോൾഡിയുടെയും പെൺമക്കൾ തങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെയാണ് വിവാഹ പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നത്. അവർ സ്വയം നിശ്ചയിച്ച വിവാഹമായതിനാൽ ഗോൾഡിയോട് അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ടെവി ചോദിക്കുന്നു. ഗോൾഡി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നോ? 25 വർഷമായി ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകുന്നു, നിങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്നു, നിങ്ങളുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു, നിങ്ങൾക്ക് കുട്ടികളെ നൽകി, പശുവിൻ്റെ പാൽ കറക്കുന്നു. 25 വർഷത്തിന് ശേഷം ഇപ്പോൾ എന്തിനാണ് ഈ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? വീണ്ടും ടെവി ചോദിക്കുന്നു, പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അതെനിക്കറിയാം, പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടോ? 25 വർഷമായി ഞാൻ അവനോടൊപ്പം ജീവിക്കുന്നു, അവനുമായി യുദ്ധം ചെയ്തു, പട്ടിണി കിടന്നു, 25 വർഷമായി എൻ്റെ കിടക്ക അവനുമായി പങ്കുവെച്ചു. ഇത് സ്നേഹമല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പോൾ ടെവി ചോദിക്കുന്നു, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്? ഞാൻ സ്നേഹിക്കുന്നെന്ന് ഞാൻ കരുതുന്നു, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും പത്രോസും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ഒരു ഇടപെടൽ പുനരുദ്ധാനത്തിന് ശേഷം ഗലീലി കടൽ തീരത്ത് നടക്കുന്നു. യേശു തൻ്റെ അനന്തമായ കൃപയിൽ പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ആ ബന്ധം പുനഃസ്ഥാപിക്കാനും ഭാവി ശുശ്രൂഷയ്ക്കായി അവനെ നിയോഗിക്കാനും ശ്രമിക്കുന്നു. ഈ 2 കേന്ദ്ര വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ചരിത്രത്തിലുടനീളമുള്ള വിശ്വാസികൾക്ക് അഗാധമായ പ്രാധാന്യമുള്ളതാണ്. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനോടുള്ള യേശുവിൻ്റെ ഈ ചോദ്യം സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും സത്തയിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നു. പത്രോസിൻ്റെ സ്നേഹം മറ്റു ശിഷ്യന്മാരുടെ സ്നേഹത്തെക്കാൾ കൂടുതലാണോ, അതോ അവൻ്റെ മുൻ ജീവിത രീതിയേക്കാൾ കൂടുതലാണോ എന്ന് ചോദിക്കുന്നതിലൂടെ യേശു പത്രോസിനെ അവൻ്റെ സ്നേഹത്തിന് മുൻഗണന നൽകാൻ വെല്ലുവിളിക്കുന്നു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും അവന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ നാം എത്രത്തോളം തയ്യാറാണെന്ന് ചിന്തിക്കാൻ ഈ ചോദ്യം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു. പത്രോസിനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പരിപാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നിങ്ങനെ യേശു നൽകിയ തുടർന്നുള്ള കൽപ്പനകൾ യേശുവിൻ്റെ അനുയായികൾക്ക് ഒരു ഇടയനെന്ന നിലയിൽ പത്രോസിൻ്റെ പങ്കിനെ അടിവരയിടുന്നു. ദൈവജനത്തെ മേയ്ക്കുന്നതിൽ അവിഭാജ്യമായ പരിചരണം, മാർഗനിർദ്ദേശം, പഠിപ്പിക്കൽ എന്നിവയുടെ നിർണായക വശങ്ങളെ ഈ നിർദ്ദേശങ്ങൾ ഊന്നിപ്പറയുന്നു. വിശ്വാസത്തിൽ പരസ്പരം വളർത്താനും പിന്തുണയ്ക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എല്ലാ വിശ്വാസികൾക്കും അത് ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ പത്രോസിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെയും നിയോഗത്തിൻ്റെയും വിവരണം ആഴത്തിൽ ഉള്ള പ്രസക്തിയുണ്ട്. മുൻകാല തെറ്റുകളാൽ അയോഗ്യരാണെന്ന് തോന്നുന്നവർക്കോ ഭാരം
ജീവിതം ഭാരമാണെന്ന് കരുതുന്നവർക്ക് ഇത് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി വർത്തിക്കുന്നു. ക്രിസ്തുവിൽ എപ്പോഴും ക്ഷമയ്ക്കും പുതുക്കിയ ബന്ധങ്ങൾക്കും ഇടമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ പരിപാലിക്കാൻ പത്രോസിനെ വിളിച്ചതുപോലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ സേവനം, നേതൃത്വം, പിന്തുണ എന്നീ റോളുകൾ നമ്മെയും അവിടുന്ന് ഭരമേൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.